ഇന്ന് ഇച്ചിരി മാങ്ങാക്കാളിന് ഉണ്ടാക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങ ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷത്തെ മാങ്ങയാണ് കേട്ടോ. മൈസൂരിൽ നിന്ന് ചേച്ചി ഒരുപാട് മാങ്ങ ഉണ്ടായ സമയത്ത് എല്ലാ മാങ്ങയും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന് ചേച്ചിക്ക് അറിയുന്നതുകൊണ്ട് തന്നെ മോൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാണ് കേട്ടോ. ഇത് കിട്ടേട്ട പാതി അപ്പം തന്നെ ഞാൻ പണി തുടങ്ങി. കാരണം വേറെ ഒന്നല്ല, എനിക്ക് ഈ മാങ്ങാക്കാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും കേട്ടോ. അതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ വേഗത്തിൽ അതിൻ്റെ പണിയൊക്കെ തുടങ്ങി. സംഭവം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇത്രയും നന്നാവും എന്നുള്ളത്. പക്ഷേ ദേവുവാണെങ്കിലും ഏട്ടനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് കഴിച്ചു എന്നറിയാം. ഇതിൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ ദേവുമായിരുന്നു കേട്ടോ. കാരണം ഇത് തുടങ്ങുന്ന അന്നേരം മുതൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, അമ്മ ആയോ എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ചൂട് പോലും നോക്കാതെ അവൾ കഴിക്കുകയാണ് കേട്ടോ. കാരണം അതുണ്ടെങ്കിൽ അവൾ ഒരു പറ ചോറ് തിന്നു.